హాయ్ ట్రైనీలు, స్వాగతం. ఈ సెషన్లో అతుకులు ఎలా పెట్టాలో నేర్చుకుందాం. ఈ సెషన్ ముగిసేసరికి మీరు సీమ్ మరియు సీమింగ్ గురించి తెలుసుకోగలుగుతారు. వస్త్రాలలో సీమ్ల ఉపయోగాలను జాబితా చేయగలుగుతారు, సీమ్ లోపాలను వివరించగలుగుతారు, ప్రాథమిక సీమ్ నిబంధనలను వివరించగలుగుతారు, నిర్మాణ అలంకరణ ప్రయోజనాల ఆధారంగా సీమ్స్ ని వర్గీకరించి వివరించగలుగుతారు. సాదా సీమ్ మరియు స్వీయ పరివేష్టిత సీమ్ చేయడానికి దశలను తెలుసుకుంటారు. രണ്ടോ അതിലധികമോ ലെയർ തുണിയോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ തുന്നി യോജിപ്പിക്കുന്നതിനെയാണ് സീമുകൾ എന്ന് പറയുന്നത്. വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ഗാർഹിക തുണിത്തരങ്ങൾ, സ്പോട്ടഡ് ഗുഡ്സ് എന്നിവയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. രണ്ടോ അതിലധികമോ തുണിക്കഷങ്ങൾ തുടർച്ചയായി തുന്നലുകളിലൂടെ കൂടിച്ചേർക്കുന്ന രീതിയാണ് സീമിംഗ്. കൂടുതൽ കാര്യക്ഷമവും കൃത്യവുമായ നേട്ടങ്ങൾക്ക് ഒരു സൂചിയും ത്രെഡും ഉപയോഗിച്ച് കൈകൊണ്ടോ തയ്യൽ മെഷീൻ ഉപയോഗിച്ചോ ഇത് ചെയ്യാം. വീട്ടിൽ ഷൂ നിർമ്മാണം, വസ്ത്രനിർമ്മാണം, കരകൗശല വസ്തുക്കൾ, തയ്യൽ എന്നിവയ്ക്കായി കൈയന്ത്ര തയ്യൽ രീതികൾ ഉപയോഗിക്കാറുണ്ട്. ഇഷ്ടാനുസൃത വസ്ത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേടായ വസ്ത്രങ്ങൾ നന്നാക്കുന്നതിനും വിവിധ ഫാബ്രിക് ഇനങ്ങൾ വ്യക്തിഗതമാക്കുന്നതിനും ഈ വൈദഗ്ധ്യം ഉപയോഗിക്കും. ഇനി സീമുകളുടെ ഉപയോഗങ്ങൾ നോക്കാം. റോ ഫാബ്രിക് എഡ്ജ് പിണയുന്നത് തടയാനും വസ്ത്രങ്ങളുടെ ഉൾഭാഗം വൃത്തിയാക്കാനും ഘടനയും രൂപവും നൽകാനും സീമുകൾ ഉപയോഗിക്കുന്നു. അതിനാൽ സ്റ്റിച്ചിങ് സീമുകൾ വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിനുള്ള അടിസ്ഥാനവും ഘടനാപരവുമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സീം ഡിഫെക്ട്സ് വസ്ത്രത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരത്തെ ബാധിക്കും. സീം സ്ലിപ്പേജ്, സീം ഗ്രിന്നിങ്, സീം പക്കർ എന്നിവയാണ് സാധാരണയായുള്ള സീം ഡിഫെക്ട്സ്. തയ്യൽ മെഷീനിലെ തകരാർ, അനുചിതമായ മെറ്റീരിയൽ അല്ലെങ്കിൽ തൊഴിലാളിയുടെ പിശക് എന്നിവ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സീമുകളുടെ വർഗീകരണത്തിലേക്കും നടപടിക്രമത്തിലേക്കും കടക്കുന്നതിന് മുമ്പ് സീമിംഗിൽ ഉപയോഗിക്കുന്ന ചില അടിസ്ഥാന നിബന്ധനകളും സാങ്കേതികതകളും അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് സീം അലവൻസ് ആണ്. തുണിയുടെ റോ എഡ്ജിനും സീം ലൈനിനും ഇടയിലുള്ള ഇടമാണിത്. എല്ലാ സീമുകളുടെയും നിർമ്മാണത്തിൽ സീമുകൾ തുന്നിച്ചേർക്കാൻ ആവശ്യമായ ഫാബ്രിക് ഇത് നൽകുന്നു. ഓർക്കുക, പാറ്റേണുകൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സീം അലവൻസ് തീരുമാനിക്കണം. സീം സ്റ്റിച്ച് ടൈപ്പ് അനുസരിച്ച് പാറ്റേണുകളുടെ രൂപരേഖയിൽ നിങ്ങൾക്ക് സീം അലവൻസ് കൊടുക്കാം. അവസാനത്തേത് സീം ഫിനിഷിംഗ് ആണ്. സീം എഡ്ജിൽ സീം ഫിനിഷ് ചെയ്യുന്നത് ഫാബ്രിക് പൊട്ടുന്നത് തടയാനും ഭംഗിയുള്ള രൂപം നൽകാനും സഹായിക്കുന്നു. തിരഞ്ഞെടുത്ത തുണി അടിസ്ഥാനമാക്കി വേണം ഏത് തരം സീം ഫിനിഷ് വേണമെന്ന് തീരുമാനിക്കാൻ. അതിന്റെ ഭാരം, അതിന്റെ നെയ്ത്ത്, വസ്ത്രത്തിന്റെ തേയ്മാനം എന്നിവയെ ഇത് ആശ്രയിച്ചിരിക്കുന്നു. ലൈൻഡ് ഗാർമെന്റ്സിൽ ഇത് ആവശ്യമില്ല. സീമിങ്ങിനൊപ്പം ഉപയോഗിക്കുന്ന ഒരു പ്രധാന സാങ്കേതികത ട്രിമ്മിംഗ് ആണ്. അതിനർത്ഥം സീം അലവൻസിൽ ചിലത് വെട്ടിക്കുറയ്ക്കുക എന്നാണ്. ഇത് ബൾക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു, വസ്ത്രത്തിന് മെച്ചപ്പെട്ട ഫിറ്റ് ലഭിക്കുന്നതിന്. ഉദാഹരണത്തിന് ആം ഹോൾ അല്ലെങ്കിൽ തുടർന്നുള്ള നിർമ്മാണങ്ങൾക്ക് സീം തയ്യാറാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ആവശ്യത്തെ അടിസ്ഥാനമാക്കി സീമുകളെ കൺസ്ട്രക്ഷണൽ അലങ്കാരം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. കൺസ്ട്രക്ഷണൽ സീമുകൾ വ്യക്തമല്ലാത്തതും കഴിയുന്നത്ര പരന്നതുമാണ്. കാരണം അവയുടെ ആവശ്യം എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കുക എന്നതാണ്. സൈഡ് സീം, അണ്ടർ ആം സീം, വെസ്റ്റ് ലൈൻ സീം മുതലായവ ഇതിന് ഉദാഹരണങ്ങളാണ്. പൈപ്പ്ഡ് സീം, കോഡഡ് സീം, ഫ്ലാറ്റ് ആൻഡ് ഫൈൽഡ് സീം അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ചഡ് സീം എന്നിങ്ങനെ വസ്ത്രത്തിന് ഒരു ഡിസൈനോ അലങ്കാരമോ നൽകാൻ അലങ്കാര സീമുകൾ ഉപയോഗിക്കുന്നു. വിവിധ ആകൃതികളിൽ സീമുകൾ നിർമ്മിക്കാം. സ്ട്രെയിറ്റ് സീം ഏറ്റവും അടിസ്ഥാനപരവും സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പവുമാണ്. സ്ട്രെയിറ്റ് സീമിൽ സീം അലവൻസുകൾ ഒരു വശത്തേക്ക് അമർത്തി ഒരുമിച്ച് പൂർത്തിയാക്കാം. ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്കുകളിലാണ്, അല്ലെങ്കിൽ അവ തുറന്ന് പ്രത്യേകം പൂർത്തിയാക്കാം. കർവ്ഡ് സീം കൈകാര്യം ചെയ്യുന്നതിലും രൂപപ്പെടുത്തുന്നതിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നല്ല ആകൃതിയിലുള്ള വളവുകൾ ലഭിക്കുന്നതിനും ചെറുതും വേഗതയും കുറഞ്ഞതുമായ സ്റ്റിച്ചാണ് അനുയോജ്യം. ഇത് സീമുകൾക്ക് നല്ല ശക്തിയും നൽകും. കോണിന്റെ ഇരുവശത്തും ഒരു ചെറിയ തുന്നൽ നീളം ഉപയോഗിച്ച് കോർണർ സീം ശക്തിപ്പെടുത്താം. കൃത്യമായ കോർണർ ലഭിക്കുന്നതിന് കൃത്യമായ പിവറ്റിംഗ് പ്രധാനമാണ്. സെൽഫ് എൻക്ലോസ്ഡ് സീമുകളാണ് മറ്റൊരു ക്ലാസ് സീമുകൾ. ഇവിടെ സീം അലവൻസുകൾ പൂർത്തിയായ സീമിനുള്ളിലാണ് ഇതുണ്ടാവുക. അതുമൂലം ഇവിടെ ഒരു പ്രത്യേക സീം ഫിനിഷ് ആവശ്യമായി വരുന്നില്ല. ഫ്രഞ്ച് സീം, മോക്ക് ഫ്രഞ്ച് സീം, ഫ്ലാറ്റ് ഫെൽഡ് സീം, സെൽഫ് ബൗണ്ട് സീം എന്നിങ്ങനെ സെൽഫ് എൻക്ലോസ്ഡ് സീമുകളെ തരംതിരിച്ചിരിക്കുന്നു. ലോലമായ ഫാബ്രിക്കുകളാൽ സീം അലവൻസുകൾ ഓവർകാസ്റ്റ് ചെയ്ത് തുണിയുടെ അസ്വാഭാവികത ഒഴിവാക്കാൻ ഫ്രഞ്ച് സീമുകൾ ഉപയോഗിക്കുന്നു. ഒരു ഫ്രഞ്ച് സീം വസ്ത്രത്തിന്റെ അകംഭാഗത്തിന് ക്ലീനായി ഫിനിഷ്ഡ് ആയ പ്രൊഫഷണൽ ലുക്ക് നൽകുന്നു. ഫ്രഞ്ച് സീമുകൾ വലിയ തുണിത്തരങ്ങൾക്ക് യോജിച്ചതല്ല.
ഒരു മോക്ക് ഫ്രഞ്ച് സീമിന് ഒരു ഫ്രഞ്ച് സീമിന് സമാനമായ രൂപമാണ് ഉണ്ടാകുക. പക്ഷെ അത് കൈകൊണ്ട് പൂർത്തിയാക്കിയതിനാൽ ദൃഢമായിരിക്കില്ല. ഫ്ലാറ്റ് ഫെൽഡ് സീമുകൾ ഫാബ്രിക്കിന്റെ റോ എഡ്ജുകളെ പൂർണ്ണമായി പൊതിഞ്ഞ് വൃത്തിയുള്ള ഫിനിഷ് നൽകുന്നു. ടോപ്പുകളുടെ സൈഡ് സീമുകളിൽ ഇവ ഉപയോഗിക്കുന്നു. ഷർട്ടുകൾ, ഡെനിംസ്, ട്രൗസർ, ക്രോസ് അറ്റാച്ച്മെന്റ്, ട്രൗസർ ഇൻസീം, സൈഡ് സീം എന്നിങ്ങനെ കനത്ത പരുത്തി തുണികൾക്ക് ഇത് അനുയോജ്യമാണ്. സെൽഫ് ബൗണ്ട് സീം ഫ്രഞ്ച് സീം പോലെയാണ്. ഭാരം കുറഞ്ഞ തുണിത്തരങ്ങൾക്ക് ഇത് അനുയോജ്യമാണ്. വിവിധ തരത്തിലുള്ള സീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സീമുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഇനി പറയുന്ന എല്ലാ ഉപകരണങ്ങളും മെറ്റീരിയലുകളും നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുക. സിംഗിൾ നീഡിൽ ഇൻഡസ്ട്രിയൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ, ഹാൻഡ് നീഡിൽ, സ്കെയിൽ, കത്രിക, നീളമുള്ള തുണി, തയ്യൽ ത്രെഡ്, ഡ്രസ് മേക്കറുടെ പിൻ ബോക്സ്. തന്നിരിക്കുന്ന മെറ്റീരിയലിൽ നിന്ന് സീമുകളുടെ വ്യത്യസ്ത സാമ്പിളുകൾക്കായി അടയാളപ്പെടുത്തി മുറിക്കുക. എല്ലാ കഷ്ണങ്ങളും 25x10 സെന്റിമീറ്റർ വലിപ്പമുള്ളവയായിരിക്കണം. ടേപ്പ് 20x20 സെന്റിമീറ്റർ. സീമിന് വേണ്ടിയുള്ള കഷ്ണം ഒഴികെ ലേ ഔട്ട് റിഫർ ചെയ്യുക. ഇനി പറയുന്ന ക്രമത്തിൽ സീമുകൾ തയ്യുക. പ്ലെയിൻ സീം, അതായത് പ്രസ്ഡ് ഓപ്പൺ, സെൽഫ് ബൗണ്ട് സീം, ഫ്രഞ്ച് സീം, ഫ്ലാറ്റ് ഫെൽഡ് സീം. ഒരു പ്ലെയിൻ സീം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ നോക്കാം. 2 തുണിത്തരങ്ങൾ എടുക്കുക, 25x10 സെന്റിമീറ്റർ വീതം. അരികിൽ നിന്ന് 1 സെന്റിമീറ്റർ നീളത്തിൽ ഒരു പീസിൽ ലൈൻ അടയാളപ്പെടുത്തുക. അകംഭാഗത്ത് വേണം അടയാളപ്പെടുത്താൻ. ഫാബ്രിക്കിന്റെ പുറം ഭാഗം ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് കൃത്യമായ ഇടവേളകളിൽ 2 കഷ്ണങ്ങളും സീം ലൈനിന് ലംബമായി പിൻ ചെയ്യുക. കൈകൊണ്ട് ലൈനിന്റെ അടിസ്ഥാനത്തിൽ പിൻസ് നീക്കം ചെയ്യുക. മുകളിലെ അരികിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെയുള്ള സീം ലൈനിൽ സൂചി സ്ഥാപിക്കുക, അതായത് ബാസ്റ്റിംഗ് ലൈനിനോട് അടുത്ത്. ലോവർ പ്രഷർ ഫൂട്ട് അവസാനം വരെ പിന്നിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. തുടർന്ന് ബാസ്റ്റിംഗ് ലൈനിന് സമീപമുള്ള സീം ലൈനിൽ മുന്നോട്ട് തുന്നുക. അവസാനം 1 സെന്റിമീറ്റർ പിന്നിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ബാസ്റ്റിംഗ് ത്രെഡുകൾ ട്രിം ചെയ്ത് നീക്കം ചെയ്യുക. തുണിയുടെ 2 കഷ്ണങ്ങൾ തുറന്ന് സീം അലവൻസുകൾ തുറക്കുക. അതേ ഘട്ടങ്ങൾ പിന്തുടർന്ന് കർവ്ഡ് പ്ലെയിൻ സീം ഉണ്ടാക്കുക. കൈകാര്യം ചെയ്യുന്നതിലും രൂപപ്പെടുത്തുന്നതിലും ശ്രദ്ധിക്കുക. നല്ല ആകൃതിയിലുള്ള വളവുകൾ ലഭിക്കുന്നതിന് അധിക ശക്തി ഉറപ്പാക്കുന്നതിനും ചെറിയതും വേഗത കുറഞ്ഞതുമായ സ്റ്റിച്ചിങ് രീതിയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ സെൽഫ് ബൗണ്ട് സീം ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 സെന്റിമീറ്റർ സീം അലവൻസ് നൽകുന്ന ഒരു പ്രസ്ഡ് ഓപ്പൺ സീം സ്റ്റിച്ച് ചെയ്യുക. ഒരു സീം അലവൻസ് 3 മില്ലിമീറ്റർ ആയി ട്രിം ചെയ്യുക. മറ്റ് സീം അലവൻസ് 3 മില്ലിമീറ്റർ തിരിച്ച് പ്രസ് ചെയ്യുക. മടക്കിയ അറ്റം സീം ലൈനിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ട്രിം ചെയ്ത എഡ്ജ് ഇപ്പോൾ അടച്ചിരിക്കും. തുന്നലിന്റെ ആദ്യ വരിയിലേക്ക് കഴിയുന്നത്ര അടുത്ത് മടക്കിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഫ്രഞ്ച് സീം നോക്കാം. ഫ്രഞ്ച് സീം 2 തവണ സ്റ്റിച്ച് ചെയ്തിരിക്കും. ആദ്യം പുറംവശത്ത് നിന്നും പിന്നീട് അകംവശത്തേക്കും. 2 തുണിക്കഷ്ണങ്ങൾ എടുത്ത് അകംവശങ്ങൾ ഒന്നിച്ചു വയ്ക്കുക. പുറം വശത്ത് അരികിൽ നിന്ന് 3 മില്ലിമീറ്റർ അകലത്തിൽ സ്റ്റിച്ച് ചെയ്യുക. സീം അലവൻസ് ട്രിം ചെയ്യുക. 2 സീം അലവൻസുകളും ഒരു വശത്തേക്ക് അമർത്തുക. എഡ്ജ് ഫോൾഡിൽ കൃത്യമായി തുന്നിച്ചേർത്ത ലൈൻ ഉപയോഗിച്ച് വലതുവശങ്ങൾ ഒരുമിച്ച് മടക്കി വീണ്ടും അമർത്തുക. അരികിൽ നിന്ന് 0.6 സെന്റിമീറ്റർ അകലെ ഒരു സീം ലൈൻ തയ്ക്കുക. അവസാനത്തേത് ഫ്ലാറ്റ് ആൻഡ് ഫെൽഡ് സീമാണ്. തുണിയുടെ പുറംവശത്ത് ഫ്ലാറ്റ് ഫെൽഡ് സീം രൂപം കൊള്ളുന്നു. തുണിയുടെ അകംവശങ്ങൾ ഒരുമിച്ച് അരികിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെ അമർത്തി തുറന്ന സീം ഉണ്ടാക്കുക. സീം അലവൻസിന്റെ ഒരു വശം 3 മില്ലിമീറ്റർ വിടുക. മറ്റ് സീം അലവൻസിന്റെ അറ്റം അകംവശത്തേക്ക് 3 മില്ലിമീറ്റർ മടക്കുക. ഈ മടക്കി വെച്ച അറ്റം തുണിയിൽ అమర్తి തുന്നിച്ചേർക്കുക. ബാസ്റ്റിംഗ് നീക്കം ചെയ്ത് പ്രസ് ചെയ്യുക. మనం సాదా సీమ్ మరియు స్వీయ పరివేష్టిత సీమ్ కుట్టడం ఎలాగా అనే ఈ సెషన్ ముగింపుకి చేరుకున్నాం. ఇప్పటి వరకు మీరు సీమ్ ఇంకా సీమింగ్ గురించి తెలుసుకున్నారు. వస్త్రాలలో సీమ్ల ఉపయోగాలను జాబితా చేసి సీమ్ లోపాలను వివరించగలరు. ప్రాథమిక సీమ్ నిబంధనలను వివరించగలరు. నిర్మాణ, అలంకార ప్రయోజనాల ఆధారంగా సీమ్స్ ని వర్గీకరించగలరు. సాదాసీదా సీమ్, స్వీయ పరివేష్టిత సీమ్లను కుట్టడానికి గల దశలను వివరించగలరు.